നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വല്യമ്മാവനും ഈ സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം? കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇവരെ ഞാൻ കണ്ടല്ലോ. അത്രയ്ക്ക് ജീവനാ എനിക്ക് നിന്നെ. ജേട്ടൻ എന്നോടുള്ള സ്നേഹത്തെ പറ്റി ജേട്ടൻ ഇനിയൊന്നും പറയണമെന്നില്ല. അതെനിക്കറിയാം. എന്റെ പിടിപ്പുകേടുകൊണ്ട് ജേട്ടൻ മാധുരി വിരിച്ച വലയിൽ വീണത്. അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് നമ്മൾ മീനാക്ഷിയിലൂടെ തിരിച്ചറിഞ്ഞില്ലേ ദേവി? ഇനി ദൈവം നമ്മൾ അങ്ങനെ കരയിപ്പിക്കില്ല ചേട്ട. കാരണം നമ്മൾ അത്രയേറെ കരഞ്ഞു തീർത്തില്ലേ. ഇനി എന്റെ ദേവി ഞാനും കരയില്ല. നമ്മൾ സ്നേഹിച്ച് ജീവിക്കും. ദേവി എനിക്കെന്റെ ഭാര്യ മാത്രമല്ല, എന്റെ എല്ലാമാണ്. എല്ലാം. ഇവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഈ മീനാക്ഷി എന്താ വരാത്തത്? സ്വസ്ഥമായിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞാൻ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഇത്ര ടെൻഷനോടെ കാത്തിരിക്കാൻ ഞാനങ്ങ് അമേരിക്കയിലൊന്നും അല്ലായിരുന്നല്ലോ. താഴെ കിച്ചണിലായിരുന്നു. നീ എന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണമെന്നല്ലേ എന്റെ മോഹം. അങ്ങനെ 24 hours ഒട്ടി ഇരുന്നാ അവനവന്റെ ജോലി ഒന്നും ചെയ്യണ്ടേ? ദാ കോഫി കുടിക്ക്. നിന്നെ അങ്ങനെ വെറുതെ കളയാൻ എനിക്ക് സമയമില്ല. കുഞ്ഞിനെ ഞാൻ അമ്മയുടെ മുറിയിലാക്കിയിട്ടാ വന്നിരിക്കുന്നെ. ഇവിടെ നിൽക്കാൻ ഇതെന്താ കാർത്തിയേട്ടാ ഇത്? ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞു പോവാം. ഭയങ്കര തലവേദന. എന്തോ? എങ്ങനെ? അപ്പം ഭയങ്കര തലവേദനയാണെന്ന്. ഇതുടായ്പ. ഒരു വിധപ്പെട്ട തലവേദനയൊക്കെ ദൈത്ത് കൊണ്ടങ്ങ് മാറിക്കോളും. ആ തലവേദന ഒരു സുന്ദര തലവേദനയായിട്ട് മാറുക. കാർത്തിയേട്ടാ, ഇത് പാതിരാത്രിയല്ല, പട്ടാ പകല. എന്ത് ചെയ്യാം? എന്റെ പാതിരാത്രികളിൽ ഈ മുറിക്കകത്ത് വേറൊരു പിശാചല്ലേ. അവളെ പേടിച്ച് ഉറക്കമേ വരുന്നില്ല. AC ഓഫ് ചെയ്ത് ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് കിടക്കുന്നതുകൊണ്ട് കൊതുകിന്റെ ശല്യം വേറെയും. ഒരു പിശാചും കുറെ കൊതുകളും. അങ്ങനെ ഞാനൊരു ചിത്രം വരയ്ക്കാം. ആ
ഇപ്പൊ ചിത്രമൊന്നും വരയ്ക്കണ്ട. എന്റെ മീനാക്ഷി എന്നോട് ചേർന്ന് ദേ ഇങ്ങനെ നിന്നാ മതി. ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് എന്തൊരു മാജിക് അല്ലേ? അത് പറ്റില്ല. രാധാകൃഷ്ണൻ ടെക്സ്റ്റൈൽസിൽ തന്നെ ഉണ്ടാവണം. കാരണം ഞാൻ നാളെ അങ്ങോട്ട് വരൂ. അത് അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് നോക്കിയാൽ പോരെ? ശരി രാധാകൃഷ്ണ, ഓക്കെ, ബൈ. സാറേ, എന്താ മായമ്മേ? കൊടുത്തു സാറേ. അതില് ബാക്കിയുണ്ട്. 5000 ആയുള്ളൂ സാർ. ബാക്കി ഇതിലുണ്ട്. വേണ്ട, അത് മായമ്മയുടെ കയ്യിൽ ഇരിക്കട്ടെ. കുട്ടിയുള്ളതല്ലേ, എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാലോ. മായമ്മേ, വല്യമ്മാവനും ഈ സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം? കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇവരെ ഞാൻ കണ്ടല്ലോ. മനുഷ്യരിൽ പലർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ സഹായം ചോദിക്കും. സന്മനസ്സുള്ളവർ അത് കൊടുക്കും. മായമ്മ എന്നോട് സഹായം ചോദിച്ചിട്ട് ഞാൻ തന്നതല്ല, ഞാൻ അറിഞ്ഞു തന്നതാ മായമ്മയ്ക്ക്. മായമ്മയുടെ കയ്യിലിരിക്കട്ടെ. ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറു കൈ അറിയരുതെന്നാ പ്രമാണം. അതുകൊണ്ട് ഞാൻ സഹായം ചെയ്ത കാര്യം മായമ്മ ആരോടും പറയണ്ട. ഇല്ല സാർ. ആവശ്യമായി വന്നാൽ ഇനിയും ചോദിക്കാം. ഒരു വിഷമവും വിചാരിക്കണ്ട. നന്ദിയുണ്ട് സാർ. എന്താ വല്യമ്മാവ, എന്താ അവര് പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. അവർക്കൊരു ഉപകാരം ചെയ്തിട്ട് അത് വിളിച്ചു പറയുന്നത് ശരിയാണോ? നമ്മുടെ വീട്ടിലെ സെർവന്റ് അല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? ഓ, വല്യമ്മാവൻ എന്നോടെന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.